ആരോഗ്യമേഖലയിൽ മികച്ചൊരു ചുവടുവെപ്പിന് ഒരുങ്ങുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. കുറഞ്ഞ ചെലവിൽ ആരോഗ്യ പരിശോധനകൾ നടത്താനായി സ്ഥാപിച്ച ഡയഗ്നോസ്റ്റിക് സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് പദ്ധതി ഗുണകരമാകും. ഒരു തദ്ദേശ സ്ഥാപനം മുൻകൈയെടുത്ത് സ്ഥാപിക്കുന്ന ആദ്യത്തെ ഡയഗ്നോസ്റ്റിക് സെന്ററാണ് ഇത്. സ്വകാര്യ ലാബുകളുടെ തീവെട്ടിക്കൊള്ള അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം മുൻകൈയെടുത്ത് ഡയഗ്നോസ്റ്റിക് സെന്റർ സ്ഥാപിച്ചത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. ആരോഗ്യ പരിശോധനകൾക്കുള്ള ലാബിനൊപ്പം വാട്ടർ ടെസ്റ്റിംഗ് ലാബും സജ്ജമാണ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പ്രവർത്തിക്കും. കോർപ്പറേഷൻ പരിധിയിലുള്ള ആളുകൾക്ക് രക്തം, കഫം, മലം, മൂത്രം തുടങ്ങിയ ക്ലിനിക്കൽ ലബോറട്ടറി പരിശോധനകൾ ഒരു സബ്സിഡൈസ്ഡ് റേറ്റിൽ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിട്ട് അങ്ങനെ ഒരു ലാബ് ആരംഭിക്കുന്നത്. വ്യാപാരികളുടെയും ജനങ്ങളുടെയും ഏറെക്കാലമായുള്ള ആവശ്യമാണ് വാട്ടർ ടെസ്റ്റിംഗ് ലാബ് തുറക്കുന്നതോടെ യാഥാർത്ഥ്യമാകുന്നത്. ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവൃത്തിയിൽ 1ാം സ്ഥാനം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് കോർപ്പറേഷൻ. ആരോഗ്യ വിഭാഗവും കോർപ്പറേഷനും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം കൂടുകയാണ് ചെയ്യുന്നത്. നഗരം കൂടുതൽ ശുചിത്വത്തോടെയും ഭംഗിയോടെയും കാത്തുസൂക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മളിൽ വന്നു ചേർന്നിരിക്കുകയാണ്. വരുന്ന സാമ്പത്തിക വർഷം കൂടുതലിടങ്ങളിൽ ഡയഗ്നോസ്റ്റിക് സെന്റർ സ്ഥാപിക്കാനുള്ള ആലോചനയിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.